നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നും പ്രജനില്ല. ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു. പ്രതികരണത്തിലേക്ക് നടപടി സ്വീകരിക്കും എന്ന് ആദ്യം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. അതുതന്നെയാണ് പിന്നീട് ആവർത്തിച്ചത്. ഇപ്പോ അതനുസരിച്ചുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇത് കാണിക്കുന്നത് ഏതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ കോലാഹലങ്ങൾക്ക് മുമ്പിൽ ഭയന്നോ അല്ല സർക്കാർ നടപടി സ്വീകരിക്കുക. സർക്കാർ നടപടി സ്വീകരിക്കുക നിയമത്തിന്റെയും നടപടിക്രമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്നതാണ്. ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുകയായിരുന്നു. എം.ആർ. അജിത് കുമാറിനെതിരായ നടപടിയിലെ ആണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടിയിലാണ് വിവിധ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് നിയമമന്ത്രി എം.പി. രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രതികരണത്തിലൂടെ നടത്തിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് നിയമസഭാ സമ്മേളനം ചേരുകയാണ്. ഇന്ന് രാത്രി 9 മണിക്ക് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി. പ്രതിപക്ഷത്തെ ഭയന്നിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയേണ്ടത്, ഞങ്ങൾ 2 ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന് ഉന്നയിച്ചത് സെപ്റ്റംബർ 4-നാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ഈ അഡീഷണൽ DGP RSS നേതാക്കളെ കണ്ടു. അതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ പുറത്താണ് നടപടിയെടുത്തതെങ്കിൽ 32 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് 2023 മെയ് മാസത്തിലാണ്. മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു, ദൂതനായിട്ട് അയച്ചതാണ്. ഇനി വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടതെങ്കിലും പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തി. ഇപ്പോൾ 16 മാസം കഴിഞ്ഞിട്ടാണ്, പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും സമരം കൊണ്ടുമാണ് ഈ മാറ്റം ഉണ്ടായത്. 16 മാസം കഴിഞ്ഞിട്ട്. ഇനി പൂരം കലക്കിയതിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അത് വേറൊരു കാര്യമാണ്. പൂരം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാം ഇതെല്ലാം. പൂരം കലക്കാൻ അദ്ദേഹം തന്നെ വിട്ടതാണ്. എന്നിട്ട് പൂരം കലക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ, പൂരം കലക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചു. അന്വേഷണം പ്രഹസനമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ 2 കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയതെന്ന് അറിയണം. ഇപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നത് RSSൻ്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയൻ്റെ ചുമതലയിലേക്കാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത്. ഇതും ഒരു തരത്തിലുള്ള പ്രഹസനമാണ്. കഴിഞ്ഞ 32 ദിവസം അവിടെ തുടർന്നു. ഇനിയും വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുകയാണ്. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അതിന് പ്രൊപ്പോഷണലായിട്ടുള്ള, ആനുപാതികമായിട്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ 2 ഞങ്ങൾ ഉന്നയിച്ച, പ്രതിപക്ഷം ഉന്നയിച്ച ഈ 2 ഗുരുതരമായ ആരോപണങ്ങൾക്കും ഈ നടപടി പോരാ. അപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള, ഈ നാളെ അസംബ്ലി തുടങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. പേരിനൊരു മാറ്റം, അത്രയേ ഉള്ളൂ. അത് തന്നെ അസംബ്ലി കൂടുന്ന പശ്ചാത്തലത്തിൽ നടന്നതാണ്. ബാക്കി നമുക്ക് നാളെ അസംബ്ലി പറയാം. അതന്നെ. അല്ല, അതാണെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ്. 2 കൊലക്കേസിൽ ഇടപെട്ടെന്നുള്ളതാണ് ആരോപണം. അങ്ങനെയാണെങ്കിൽ ഈ ബറ്റാലിയൻ്റെ സ്ഥാനത്ത് അതുപോലത്തെ ആളുകളാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഗുരുതരമായി. അപ്പോൾ ഈ നടപടി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ വാചകം ഒട്ടും പ്രൊപ്പോഷണൽ അല്ല. ചെയ്ത ആരോപണങ്ങൾക്ക് അത് തെളിഞ്ഞിട്ടുണ്ടല്ലോ. DGPയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞാണെങ്കിൽ, അതാണെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമാണ്. 2 കൊലക്കേസുകളിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആരോപണം, അല്ലേ? പിന്നെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. സ്വർണ്ണ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത ആളും അതുപോലെ 2 കൊലക്കേസിൽ അവിഹിതമായി ഇടപെട്ട ആളെയും ഈ RSSൻ്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയൻ്റെ ചുമതലയിലേക്ക് മാറ്റിയ, അത് പിന്നെ കണ്ണിൽ പൊടിയിടാനുള്ളതല്ലാതെ എന്താണ്? പിന്നെ ഏതാരോപണത്തിൻ്റെ ഗുരുതരമായ ആരോപണങ്ങളാണ്.
ഞങ്ങൾ ഉന്നയിച്ച 2 ഗുരുതരമായ ആരോപണം, അതുപോലെ ഭരണകക്ഷി MLA ഉന്നയിച്ച മറ്റാരോപണം ഏതിലാണ് ചെയ്തതെങ്കിലും ഇത് എന്ത് തട്ടിപ്പാണിത്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇത് എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി? നാളെ നിയമസഭയിൽ കാണാം ബാക്കി. അതന്നെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണവും വരുന്നു. പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിന്റെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത് ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല, സഭയിലേക്കും എത്തും. ഇത് പ്രതിപക്ഷത്തെ ഭയന്നുള്ള തീരുമാനമാണ് പെട്ടെന്നുണ്ടായത്. ഏതാണ്ട് നാളെ 9 മണിക്ക് സഭ തുടങ്ങുന്നു. 12 മണിക്കൂറിനിപ്പുറം തലേന്ന് ദിവസം രാത്രി 9 മണിക്ക് ഇങ്ങനെ ഒരു നടപടി, പെട്ടെന്നൊരു ഉത്തരവിറങ്ങുന്നു. പെട്ടെന്ന് എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഒരു കാലതാമസത്തെ പറ്റി കൂടി പറയുന്നുണ്ട്. 32 ദിവസം ഈ ആരോപണം ഉന്നയിച്ച് ഈ പരാതി ലഭിച്ച് ഈ 32 ദിവസം നടപടി എടുക്കാതെ കാത്തിരുന്നു. അതിനുശേഷം ഗതികെട്ടെടുക്കുന്ന നടപടി, അതും പ്രതിപക്ഷത്തെ ഭയന്നുള്ള നടപടി എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് വി ഡി സതീശൻ. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഏതായാലും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയത് കൊണ്ട് ഒരുപക്ഷെ LDF-ലെ ഘടകകക്ഷികളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അതൃപ്തിക്കൊക്കെ ഒരു മറുപടിയാകുമായിരിക്കാം. പക്ഷേ പ്രതിപക്ഷം വിടില്ല. അത് സഭയിലും സഭയ്ക്ക് പുറത്തുമൊക്കെ ഈ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ തുടരും. അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ചോദ്യങ്ങൾ, സർക്കാരിനെതിരെ CPM-നെതിരെയുള്ള ചോദ്യങ്ങൾ, പൂരം കലക്കലടക്കം ഇനിയും ആവർത്തിക്കപ്പെടും എന്ന് തന്നെയല്ലേ പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നത്? ഗോകുൽ പ്രഭുത, ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച ഇനി അവർ നേരിടാൻ പോകുന്ന ഒരു ചോദ്യം, ഇതൊരു അച്ചടക്ക നടപടിയാണോ ആശ്വാസ നടപടിയാണോ എന്നുള്ളതാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ആ രീതിയിലുള്ള ചോദ്യമായിരിക്കും സർക്കാരിനെ സംബന്ധിച്ച് നേരിടേണ്ടി വരിക. കാരണം സർക്കാർ ADGP സ്ഥാനത്ത് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി പകരം മനോജ് എബ്രഹാമിനെ അവിടേക്ക് മാറ്റി നിയമിച്ചു. അതൊരു സ്ഥലം മാറ്റം മാത്രമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും അവർ പറയുന്ന കാര്യം. ആ വാർത്താക്കുറിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ 1-2 വരിയിൽ പറയുന്നു, അതായത് കഴിഞ്ഞ ഒരു മാസമായി DGP-യുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല സമിതി ഒരു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഏത് വിഷയത്തിലാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും സംസ്ഥാന സർക്കാർ ഒരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട GO പുറത്തിറങ്ങുമ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള റെഫറൻസ്, അതല്ലെങ്കിൽ അതെന്തെങ്കിലും തരത്തിലുള്ള നോട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോ ഒരു ജനറൽ ട്രാൻസ്ഫറിൽ മാത്രമാണോ അജിത് കുമാറിൻ്റെ സ്ഥലം മാറ്റം സർക്കാർ കൊണ്ടുവരിക എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നത് പോലെ തന്നെ അജിത് കുമാറിനെ കൈവിട്ടതല്ല, പകരം കൈവിട്ടുകൊണ്ട് സംരക്ഷിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇനി ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 8:15 സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് കഴിഞ്ഞ 1 മാസമായി അദ്ദേഹം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുന്നത്. അങ്ങനെ ആഭ്യന്തര സെക്രട്ടറിക്ക് ആ റിപ്പോർട്ട് കൈമാറി ഇന്ന് രാവിലെ മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് ആ റിപ്പോർട്ട് എത്തുന്നു. ആ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള പല പരാമർശങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ആ റിപ്പോർട്ട് പോലും മയപ്പെടുത്തിയതാണ് എന്നുള്ള വാർത്ത നമ്മൾ ഇന്ന് രാവിലെ കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം DGP-യുടെ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അതിൽ ADGP MR അജിത് കുമാറിന്റെ വിശദീകരണം പൂർണ്ണമായും DGP തള്ളുന്നുമുണ്ട്. അതായത് ദത്തേത്രേയ ഹൊസബല്ല, അതേപോലെ തന്നെ റാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത് സ്വകാര്യ സന്ദർശനം ആണെന്നും താൻ ഇതേ രീതിയിൽ പലതരത്തിലുള്ള നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, അത് ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം ഇപ്പോൾ തള്ളുന്നുണ്ട് DGP-യുടെ റിപ്പോർട്ടിൽ. പക്ഷേ ആ റിപ്പോർട്ട് പോലും മയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, അതിൽ സുപ്രധാനമായ മറ്റൊരു വിവരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇതുവരെയും സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് ADGP-യെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്, അതല്ലെങ്കിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നാളെ നിയമസഭ പുനരാരംഭിക്കുകയാണ്. നാളെ നിയമസഭാ തലത്തിൽ നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം നാളെ എത്തുന്നത് അത് മൂർച്ചയുള്ള നിരവധി രാഷ്ട്രീയ ആരോപണങ്ങളുമായിട്ടാണ്. PV Anwar മുതൽ PR ആരോപണം വരെയുള്ള ഒരു പിടി ആരോപണങ്ങൾ അത് നിയമസഭയുടെ മുൻപിലേക്ക് ഉറപ്പായും പ്രതിപക്ഷം എത്തിക്കും. അതിൽ ഈ ക്രമസമാധാന ചുമതലയിലിരുന്ന ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് സർക്കാരിന് വേണ്ടിയിട്ടാണോ, രാഷ്ട്രീയമായ സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ടാണോ? മാത്രവുമല്ല, PV Anwar ഭരണപക്ഷത്തുണ്ടായിരുന്ന PV Anwar തന്നെ ഉന്നയിച്ച പലതരത്തിലുള്ള ആരോപണങ്ങളിൽ എന്ത് നടപടിയെടുത്തു? ആരോപണങ്ങളിൽ DGP-യുടെ റിപ്പോർട്ടിലെ കണ്ടന്റ് എന്ത്? അതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് നാളെ നിയമസഭയ്ക്ക് മുൻപിൽ മറുപടി പറയേണ്ടി വരും, നിയമസഭയിൽ മറുപടി പറയേണ്ടി വരും. അതടക്കമുള്ള കാര്യങ്ങൾ
മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതിരോധം തീർക്കലാണ് ഇന്നത്തെ ഈ നടപടി എന്നതിനെ പറയാൻ കഴിയില്ല. ഇന്നത്തെ ഈ സ്ഥാനചലനം എന്നുള്ള കാര്യത്തിൽ ഉറപ്പായും നമുക്കൊരു ക്ലാരിറ്റി അക്കാര്യത്തിൽ ഇപ്പോൾ പതുക്കെ വരുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ നമുക്ക് ആ ഉത്തരവിറങ്ങണം. ആ ജിയോയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അതറിയണം. അത് രണ്ടുമാണ് ഇനി പ്രധാനമാകാൻ പോവുക. ഏതായാലും നാളെ നിയമസഭയിൽ ഈ ഒരു പ്രതിരോധം കൊണ്ട് മാത്രം മുഖ്യമന്ത്രിക്കും സർക്കാരിനും നിവർന്നു നിന്ന് മറുപടി പറയാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രവുമല്ല CPIയുടെ വാടപ്പിക്കാൻ അതല്ലെങ്കിൽ CPIയുടെ ആവശ്യം നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. CPI ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് ഇനിയും ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത്കുമാറിനെ തുടരാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. ആ നീക്കം അല്ലെങ്കിൽ ആ തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ബറ്റാലിയൻ ADGP ചുമതല അതൊരു വലിയ നിർണായക പോസ്റ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ ചുമതലയിൽ മാത്രം ഇനി ADGP MR അജിത്കുമാർ തുടരും. ഇത് രണ്ടാം തവണയാണ് വളരെ പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് ADGP MR അജിത്കുമാറിന് മാറി നിൽക്കേണ്ടി വരുന്നത്. മുൻപ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ അനാവശ്യ ഇടപെടലിൽ അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന അജിത് കുമാറിനെ മാറ്റി നിർത്തിയിരുന്നു. പിന്നാലെ നമുക്കറിയാം വിജയ് സാക്കറെ ഡെപ്യൂട്ടേഷനിലേക്ക് പോയ ഒഴിവിലാണ് ക്രമസമാധാന ചുമതലയിലേക്ക് ADGP MR അജിത്കുമാർ വരുന്നത്. അന്നും പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം, അതായത് ആരോപണ വിധേയനായ മാറ്റി നിർത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ വീണ്ടും വലിയൊരു പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് അത് മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട P ശശിയുടെ നീക്കം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നു. അതിന് പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഏതായാലും ഒരു മാസം നീണ്ടുനിന്ന CPIയുടെ സമ്മർദ്ദം, പ്രതിപക്ഷം പൊട്ടിച്ചൊരു രാഷ്ട്രീയ ബോംബ്, PV അൻവർ തുടങ്ങിയ ഒരു രാഷ്ട്രീയ യുദ്ധം, അതിനൊടുവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത്കുമാറിനെ നീക്കിയിരിക്കുന്നു. പകരം ഇന്റലിജൻസ് ADGP ആയിട്ടുള്ള മനോജ് എബ്രഹാം ഇനി ക്രമസമാധാന ചുമതല നിർവഹിക്കും. തീർച്ചയായും ഏതായാലും ഒരു മാസത്തോളം മുന്നണിക്കകത്ത് CPI നടത്തിയ സമരം, ഒപ്പം വർഗീസ് ജോർജ് അടക്കം ഘടകകക്ഷി നേതാക്കൾ നടത്തിയ രൂക്ഷമായ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. ഇച്ഛാശക്തിയുള്ള നടപടികൾ വേണമെന്ന് കടത്തി പറയേണ്ടി വരുന്ന സാഹചര്യം. അങ്ങനെ പിണങ്ങിയും പറഞ്ഞും അവസാനം ഒരുപക്ഷെ PV അൻവർ ഇത് പരസ്യമായി പറയുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള RSS നേതാക്കളും ADGP തമ്മിലുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി പരാമർശിക്കുകയായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. പിന്നീട് പൂരം വിവാദം, ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ആരോപണങ്ങളിൽ ഇനിയുമുണ്ട്. മാമി തിരോധാനം, റിദാൻ ഉൾപ്പെടെയുള്ള ഉത്തരവ് വന്നാൽ മാത്രമാണ് ഏതൊക്കെ വിഷയത്തിലാണ് ഈ നടപടി, അത് ഈ നടപടിയിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നാളെ നിയമസഭയിൽ ഉറപ്പായും സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. അത് ഇപ്പോൾ VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട്. നാളെ രാവിലെ വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്തായിരിക്കും സഭയിൽ ഇനി സംഭവിക്കുക എന്നുള്ളത് അറിയാൻ. ഷോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ADGP MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സ്ഥാനം മാറ്റിയിരിക്കുന്നു. ബറ്റാലിയൻ ADGP എന്ന പഴയ ചുമതലയിലേക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുപോയിരിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി മനോജ് എബ്രഹാമിനെ നിയമിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ ഈ ഉത്തരവ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി, അതിൻ്റെ കാരണം എന്ത് എന്ന് വ്യക്തമാക്കാത്തൊരു വാർത്താക്കുറിപ്പ് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആ ഉത്തരവിറങ്ങുമ്പോൾ മാത്രമായിരിക്കും ഏതൊക്കെ വിഷയങ്ങളിൽ, പല വിഷയങ്ങളിൽ 4 വിഷയങ്ങളിൽ അന്വേഷണം നടന്നിരുന്നു. അതിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരായ റിപ്പോർട്ടാണോ, അതല്ല RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണോ, മറ്റ് വിഷയങ്ങൾ മാമി തിരോധാനം അടക്കമുള്ള വിഷയങ്ങളിലെ ആരോപണങ്ങളിലാണോ ഇത്തരത്തിലൊരു നടപടി എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും പ്രതിപക്ഷ നേതാക്കൾ ആഞ്ഞടിക്കുന്നുണ്ട്. നിരവധി രാഷ്ട്രീയ പ്രതികരണങ്ങളും ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിലേക്കാണ് ഇനി ADGP MR അജിത്കുമാറിനെ മാറ്റി നിർത്തിയത് ശരിയായ നടപടിയെന്ന് CPI. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPIയുടെ വിജയമല്ല LDFന്റെ വിജയമാണ് നടപടിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആവശ്യം ഇന്നിപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനമുണ്ട്. LDF ഗവൺമെൻറ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഇടതുപക്ഷ മൂല്യത്തിൻ്റെയും പാതയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന LDF ഗവൺമെൻറ് ആ ദിശയിൽ കൈക്കൊണ്ട ഉചിതമായ ശരിയായ നടപടിയാണ് ഇതെന്നാണ് പാർട്ടി അതിനെ സർവാത്മന സ്വാഗതം ചെയ്യും. CPIയുടെ വിജയം എന്നുള്ള വിജയമില്ല, LDFിൻ്റെ വിജയമാണത്. LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണത്. MR അജിത് കുമാറിനെ മാറ്റിയത് സർക്കാരിന്റെ നിവൃത്തികേട് കൊണ്ടെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അജിത് കുമാർ ആരോപണ വിധേയനായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. ജനങ്ങളെ കബളിപ്പിച്ച് അജിത് കുമാറിനെ രക്തസാക്ഷിയാക്കിയെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. നിവൃത്തികേട് കൊണ്ട് അവസാനം ഒരു ചെറിയ നടപടി സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഇതൊരു ട്രാൻസ്ഫർ മാത്രമാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അജിത് കുമാറിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടതെല്ലാം. RSS നേതാക്കളെ കണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂരം കലക്കിയത്, ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയും സമ്മതത്തോടെയും നടന്ന കാര്യങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തയാളിനെ നിവർത്തികേട് കൊണ്ട് തൽക്കാലം ഒന്ന് സ്ഥലം മാറ്റി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇത് ആളുകളെ കബളിപ്പിക്കാനുള്ള പണിയാണ്.
തൽക്കാലം ഒരു അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കി തന്റെ തടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇതിന് യാതൊരു എഫക്റ്റും ഇല്ല എന്നുള്ളതാണ് സത്യം. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതിലൂടെ മുഖ്യമന്ത്രി സ്വീകരിച്ചത് താൽക്കാലിക നടപടി മാത്രമെന്ന് കെ മുരളീധരൻ. CPIയെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത്. DGPയുടെ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തുവെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ 24നോട് പ്രതികരിച്ചു. ഇത് അജിത് കുമാറിനെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. കാരണം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അദ്ദേഹം ഈ പൂരം കലക്കിയതും അനധികൃത സ്വത്ത് സമ്പാദനമൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം ഒരു താൽക്കാലിക വകുപ്പ് മാറ്റാണ്. ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിന് അദ്ദേഹത്തിനെ മാറ്റിയെന്നാണ് ബറ്റാലിയനിലേക്ക് മാറ്റിയെന്ന് പറയുന്നു. ഇത് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം തിരിച്ച് ലോ ആൻഡ് ഓർഡറിലേക്ക് കൊടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ വിഷയങ്ങളിലൊക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണമല്ലാതെ ഈ CPIനെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ഒരു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല. അതേസമയം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് കെ സുധാകരൻ 24നോട് പ്രതികരിച്ചത്. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഇതൊരു നടപടിയാണെന്ന് പറയുമോ? തലക്ക് വെളിവുള്ള ഒരാൾ പറയുമോ ഇതൊരു നടപടിയാണെന്ന്? ഇത്രയും ലജ്ജാകരമായ ഒരു തീരുമാനമെടുക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷ സർക്കാരിനും നാണമില്ലേ? ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക്, ഒരു കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നത് നടപടിയാണോ? സർവീസ് ആക്ട് പരിശോധിക്കാൻ പറയും. സ്ഥലമാറ്റം സർവീസ് ചട്ടം അനുസരിച്ച നടപടിയല്ല. ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയും ഒക്കെ എന്തൊക്കെ ചെയ്തു എന്നതും അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒട്ടേറെ പേപ്പറുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് അറിവ്. അദ്ദേഹത്തെ ഭയപ്പാണ്. അദ്ദേഹത്തിന് ശിക്ഷിക്കില്ല. ശിക്ഷിക്കാനുള്ള ധൈര്യവും ശിക്ഷിക്കാനുള്ള ആർജവത്വവും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല. ഇനി പിണറായി വിജയന്റെ പുതിയൊരു ജന്മം ഉണ്ടായാൽ പോലും അത് നടക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. അതേ അത്തരത്തിൽ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇതിന് കൃത്യമായൊരു മറുപടി ഇനി പറയുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ പ്രതിഷേധമുയർത്താൻ ഇതിനോടകം തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. വൈകി വന്ന നടപടി, അതിൽ പക്ഷേ ആ നടപടി ഒരു നടപടിയെന്നുറക്കെ പറയാൻ അല്ലെങ്കിൽ ഉറച്ചു പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങുന്ന വാർത്താക്കുറിപ്പിൽ പോലും ഇല്ല. പക്ഷേ ഇപ്പോൾ CPI സമയത്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഏറെ പ്രസക്തി സ്ഥലമാറ്റമെന്ന് അവർ വളരെ ചുരുക്കി പറയുമ്പോൾ അതെല്ലാം കൊള്ളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക്, CPI നേതൃത്വത്തിലേക്ക് തന്നെയാണ്. അല്ലെങ്കിൽ PCCയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും തന്നെയാണ് ഉന്നമിടുന്നത്. എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്ന അത്തരത്തിലൊരു സംശയ നിലയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും PCCയെയും ഒക്കെ നിർത്തിക്കൊണ്ട് CPI നേതൃത്വത്തെ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും വരുന്നത്. നാളെ സഭയിൽ കാണാമെന്നത് പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നു. ഇനി മറ്റു കുറെ വാർത്തകളുണ്ട് ഈ ദിവസം. സൂപ്പർ സൺഡേ ആയിരുന്നു ഇന്നലെ. ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ സംഭവിച്ച ദിവസമാണ്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് PV അൻവർ അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നയപ്രഖ്യാപനം നടത്തിയിരുന്നു. ഇന്ന് മഞ്ചേരിയിലെ നയപ്രഖ്യാപന സമ്മേളനം. അപ്പോൾ ഇതിലുൾപ്പെടെ ഒരുപാട് വാർത്തകൾ, ഒപ്പം മറ്റു റിപ്പോർട്ടുകളൊക്കെ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മൾ ഗുഡ് നൈറ്റ് ഷോ തുടരുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പാട്ടില്ലാത്തതെന്ന്. പ്രേക്ഷകർക്ക് അറിയാലോ ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. അപ്പോൾ ആ വാർത്തയുടെ തുടർ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വാർത്തകൾ നൽകാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. വാർത്തയിലുള്ള പ്രതികരണം ഷോ തുടങ്ങുമ്പോൾ തന്നെ വന്നത് മന്ത്രി MB രാജേഷും പിന്നെ തൊട്ടുപിന്നാലെ പ്രതിപക്ഷ പ്രതികരണങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പാട്ടിന് ഒരു ഗ്യാപ്പ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കൊടുമ്പിരി കൊള്ളുന്ന വാർത്തകളിലേക്ക് തന്നെ പോവുകയാണ്. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന PV അൻവർ MLAയുടെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയം പ്രഖ്യാപിച്ചു. ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയത്തിലൂന്നിയാകും സംഘടന പ്രവർത്തിക്കുക. മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെയും പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കാനും പോരാട്ടം നടത്തും. മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് 15ാമത്തെ ജില്ല രൂപീകരിക്കണമെന്നും നയപ്രഖ്യാപനത്തിൽ ആവശ്യപ്പെട്ടു. മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും ADGPക്കുമെതിരായ അതിരൂക്ഷ വിമർശനം PV അൻവർ തുടർന്നു. തൃശൂരിൽ BJPക്കായി മുഖ്യമന്ത്രി പരവതാനി വിരിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചു. നമ്മളെ കേരളത്തിൽ എന്താ ചെയ്തത്? ഒരു നിലക്കും രാഷ്ട്രീയമായി കടന്നു വരാൻ BJPക്ക് ഒരു പഴുതുമില്ലാത്ത കേരളത്തിൽ വളരെ വിശാലമായ പരവതാനി തൃശ്ശൂരിൽ വിരിച്ചു കൊടുക്കുന്നു. ആരാ കൊടുത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലാണ്. മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട്? അഭിമാനം കൊള്ളുന്നു. ആ പൂരം കലക്കി BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു കേരളത്തിൽ. അതെന്തായാലും അദ്ദേഹത്തിന്റെയും മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയുണ്ടായി. ആ സമ്മേളനത്തിലെല്ലാം പറഞ്ഞതിന് തൊട്ട്
പിന്നാലെയാണ് ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള നടപടിയുടെ വാർത്തയും വരുന്നത് അല്ലെ? അപ്പൊ എല്ലാത്തിനും തിരികൊളുത്തി വിട്ടത് PV അൻവറാണ്. അപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP-യുമായി CPIM കച്ചവടം ഉറപ്പിച്ചു എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പാലക്കാട് സീറ്റ് BJP-ക്ക് കൊടുക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പകരം ചേലക്കരയിൽ CPIM-നെ BJP-യും സഹായിക്കും. ഡീൽ ഉറപ്പിച്ചത് ADGP MR അജിത് കുമാർ ആണെന്നും ഇന്ന് വീണ്ടും MR അജിത് കുമാറിനെതിരെ ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ. പാവം കോൺഗ്രസ്സുകാർ പെടാൻ പോവാണ്. എന്താ സ്ഥിതി? പാലക്കാട് BJP-ക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ അലയൊലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ചേലക്കര BJP CPM-ന് വോട്ട് ചെയ്യും. കൃത്യമായ പ്ലാനിംഗ്. ആരാ നേതൃത്വം? ഈ പറയുന്ന ADGP അജിത് കുമാർ. പാവം കോൺഗ്രസ്സുകാർ പെടാൻ പോവാണ്. അതെ, കൂടുതൽ വിശദാംശങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പലയിടങ്ങളിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തിയെങ്കിലും അവിടെയൊക്കെ പല ദിവസങ്ങളിലായി വാർത്താ സമ്മേളനങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെയും ആവർത്തിക്കുകയുണ്ടായി. പക്ഷെ ഇന്ന് അതിനൊന്നുകൂടി കടുപ്പം കൂട്ടുന്നു, ഒന്നുകൂടി മൂർച്ച കൂട്ടുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ, അതും തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലേക്ക് BJP-ക്ക് പരവതാനി വിരിച്ചു എന്ന് സ്ട്രെയിറ്റായി നേർക്ക് നേർ മുഖ്യമന്ത്രിയുടെ പേര് ഈ തൃശ്ശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട് കൊണ്ടുചെന്ന് പറയുന്നു. അത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണല്ലോ ഇന്ന് അൻവർ മഞ്ചേരിയിൽ ഉന്നയിച്ചത്. മഞ്ചേരിയിൽ ഇന്നത്തെ പൊതുസമ്മേളനത്തെ, ആ രാഷ്ട്രീയ കൂട്ടായ്മ, അദ്ദേഹം പറയുന്ന പാർട്ടിയല്ല കൂട്ടായ്മ എന്നാണ്, ആ കൂട്ടായ്മയുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, നയപ്രഖ്യാപനം അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അൻവറിൻ്റെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം അത് ഏത് തരത്തിൽ മലബാറിന്റെ രാഷ്ട്രീയത്തിലെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഏത് തരത്തിലുള്ള ചലനമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. വിപിൻ സി വിജയൻ. PV അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ മുന്നോട്ടുള്ള ദിശ ഏത് രീതിയിലായിരിക്കുമെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പൊതുസമ്മേളനം മഞ്ചേരിയിൽ നടന്നത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു. ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, മറിച്ച് സാമൂഹികമായൊരു മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതും PV അൻവർ പറഞ്ഞു. നയപ്രഖ്യാപനത്തോടു കൂടിയായിരുന്നു തുടക്കം. ഈ നയപ്രഖ്യാപനത്തിൽ പ്രധാനമായും പറഞ്ഞത് മലബാറിനോടുള്ള അവഗണന, ഒപ്പം മലപ്പുറത്തിന്റെ ഒരു വികസന മുരടിപ്പ്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിനെയും മലപ്പുറത്തെയും ചേർത്തുകൊണ്ട് ഒരു 15ാമത്തെ ജില്ല വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം സമഗ്രമായിട്ടുള്ള ഒരു പുനർനിർമ്മാണം വേണം എന്നുള്ളതും ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. വന്യജീവി അക്രമത്തിൽ ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി ഒരു കുടുംബത്തിന് നൽകുന്നതെങ്കിൽ അത് 50 ലക്ഷമാക്കി ഉയർത്തണം. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 25 ലക്ഷമാക്കണം. വനം വകുപ്പിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ നയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമാണ് PV അൻവർ സംസാരിച്ചു തുടങ്ങിയത്. 140 MLA-മാർക്കും സംസ്ഥാനത്ത് ഒരേ പ്രിവിലേജ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു PV അൻവറിന്റെ സംസാരം തുടങ്ങിയത്. ഒപ്പം തന്നെ DMK അണികൾ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്നു. അവരെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു പ്രസംഗം ആരംഭിച്ചത്. ഇതിൽ PV അൻവർ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ DMK MK സ്റ്റാലിനെയും പുകഴ്ത്തിക്കൊണ്ടുമായിരുന്നു ഈ സംസാരം മുഴുവനായിട്ടുണ്ടായിരുന്നത്. താൻ ചെന്നൈയിലേക്ക് പോയപ്പോഴേക്കും എന്തൊക്കെ പുകിലായിരുന്നു. അതുകൊണ്ട് തന്നെ RSSന്റെ കേന്ദ്രത്തിലേക്കല്ല പോയത്, മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന, അതിന് ശക്തമായി വാദിക്കുന്ന ഒരു നേതാവിനെ കണ്ട് ആശീർവാദം വാങ്ങാൻ വേണ്ടി മാത്രമാണ് പോയത്. അതുകൊണ്ട് തന്നെ DMK അവിടെ BJP വരുന്നതിനെ എല്ലാ രീതിയിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൂരം കലക്കി BJPക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. അങ്ങനെ പരവതാനി വിരിക്കുകയാണ് BJPക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള ഗുരുതരമായ ആരോപണം. ഒപ്പം തന്നെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJPക്ക് വേണ്ടി CPM വോട്ട് മറിക്കും, ചേലക്കരയിൽ തിരിച്ചും അത് സംഭവിക്കും. ഇതിനിടയിൽ പെട്ടുപോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. ഇതാണ് ഒരു പൊളിറ്റിക്കൽ നെക്സസ് എന്ന് താൻ ആദ്യം മുതൽ തന്നെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു വോട്ട് കച്ചവടം അതിൻ്റെ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അതിന് പാലമായി നിന്നത് ADGP ആയിരുന്ന, ഇപ്പോൾ ADGP ആയിട്ടുള്ള MR അജിത് കുമാർ ആണ് എന്നുള്ളതും ആണ് ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ ഇരുചക്ര വാഹനക്കാരൊക്കെ നേരിടുന്ന വലിയ പ്രതിസന്ധികൾ ഒഴിവാക്കുക, അത് ഒഴിവാക്കണം. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഫൈനുകളൊക്കെ വരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഓരോ ജില്ലയിലും ഓരോ സംഘടന എന്ന നിലയിൽ
നിലയിലേക്ക് പോകും. അതിൻ്റെ ആദ്യഘട്ടമുള്ള ഒരു പ്രഖ്യാപനവും ഇന്ന് നടന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും DMK, അതായത് അൻവറിൻ്റെ DMKയുടെ ഒരു പ്രവർത്തനം, അത് DMK ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാകുമോ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇനി വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള തുടർചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയമില്ല. എന്നാൽ വേദിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സദസ്സിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തുകയും ചെയ്തു ഇന്ന്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആ സുപ്രധാനമായ കാത്തിരുന്ന ഉത്തരവിറങ്ങിയിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ്. കാരണം ആ ഉത്തരവിൽ അതൊരു ട്രാൻസ്ഫർ ഓർഡർ എന്ന് തന്നെയാണ് അതിൽ കൃത്യമായി പറയുന്നത്. ഫോളോയിങ് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഓഫ് IPS ഓഫീസേഴ്സ് ആർ ഓർഡേഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് എന്ന് മാത്രം പറയുന്ന, ഇതേതെങ്കിലും ഒരു അന്വേഷണത്തിന് മേലുള്ള അല്ലെങ്കിൽ കണ്ടെത്തലിന് പുറത്തുള്ള ഒരു നടപടി എന്നൊരു വാക്ക് പോലും ഇല്ലാതെ, വാക്കുകൊണ്ട് പോലും അജിത് കുമാറിനെ നോവിക്കാതെയുള്ള ഒരു സ്ഥലം മാറ്റ ഉത്തരവാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ആ ഒരു ഉത്തരവാണ്. പ്രതിപക്ഷം പറയുന്നതിൽ ഏറെ കാര്യമുണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിൽ. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ആരോപണ സ്വരങ്ങൾ എറിയാനുള്ള ആ ഒരു സമയമാണ്. അതിനൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് നാളെ ഏറെ ദുഷ്കരമാകും. ഇപ്പോൾ ആ റിപ്പോർട്ടാണ്, ആ തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന. ഷഫീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, പ്രതീക്ഷിച്ച പോലെ തന്നെയല്ലേ ADGP MR അജിത് കുമാറിനെ സ്ഥാനം മാറ്റിയിട്ടുള്ള ഉത്തരവ്? അത് സർക്കാരിൻ്റെത് ജനറൽ ഉത്തരവ് മാത്രമാണെന്നല്ലേ മനസ്സിലാക്കുന്നത്? പ്രവിധ ഉറപ്പായിട്ടും. കാരണം കുറച്ച് സമയം മുൻപാണ് നമ്മൾ പറഞ്ഞത് അതൊരു ജനറൽ ട്രാൻസ്ഫർ ആകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന്. അതൊരു ജനറൽ ട്രാൻസ്ഫർ മാത്രമായ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ആ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ 24-ലൂടെ നമ്മൾ കാണുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് മനോജ് എബ്രഹാം IPS ADGP ഓഫ് പോലീസ് ഇന്റലിജൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ആസ് ADGP പോലീസ് ലോ ആൻഡ് ഓർഡർ. രണ്ടാമത്തെ കാര്യമായി പറയുന്നു MR അജിത് കുമാർ IPS അഡീഷണൽ ജനറൽ പോലീസ് ലോ ആൻഡ് ഓർഡർ ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ആസ് ADGP ആംഡ് പോലീസ് ബറ്റാലിയൻ. അതിൽ തന്നെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം ADGPയുടെ വകുപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ADGP MR അജിത് കുമാർ ഇപ്പോൾ ചുമതല വഹിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ബറ്റാലിയൻ എന്നുള്ളത്, ബറ്റാലിയൻ ADGP എന്നുള്ളത്. അവിടേക്ക് സ്ഥലം മാറ്റി. ഇതെന്തൊരു വിചിത്രമായ ഉത്തരവ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ റഫറൻസോ സൈറ്റേഷനോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായും നാളെ നിയമസഭയിൽ സർക്കാരിന് തലവേദനയാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ഇത് തല്ലല്ല തലോടലാണെന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ ഒന്നുകൂടി കടമെടുത്ത് പറഞ്ഞാൽ അതൊരു അച്ചടക്ക നടപടിയല്ല, ആശ്വാസ നടപടി മാത്രം. അങ്ങനെ പൂർണ്ണമായും ADGP MR അജിത് കുമാറിനെ കൈവിടുന്നില്ല സർക്കാർ. ഏതെങ്കിലും തരത്തിലുള്ളൊരു നോട്ട് ഈ ഉത്തരവിൽ പറയുന്നില്ല, നടപടി ഇവിടെ ഭാഗമാണെന്ന് പറയുന്നില്ല. അപ്പോൾ പ്രതിപക്ഷ ആക്ഷേപങ്ങൾക്ക് ശക്തി കൂടുന്നു, പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് ശക്തി കൂടുന്നു. ആ ഉത്തരവിലും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു സർക്കാർ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഒരു ജനറൽ ട്രാൻസ്ഫറായി ADGPയുടെ സ്ഥാനമാറ്റം മെൻഷൻ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇത് തന്നെയാണ് അല്പസമയം മുൻപ് നമ്മൾ ചൂണ്ടിക്കാണിച്ചതും. ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ പൊതുഭരണ വകുപ്പിൻ്റെ ഉത്തരവിൽ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവിൽ അതിൽ പറയുന്ന കാര്യം ഫോളോയിങ് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഓഫ് IPS ഓഫീസേഴ്സ് ആർ ഓർഡേഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ്. അതായത് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം, അതല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസിന്റെ തലപ്പത്തെ രണ്ടാമനെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിന് അടിക്കാൻ ഒരു വടി വെട്ടിവെച്ച് കൊടുക്കാൻ സർക്കാർ തയ്യാറല്ല. അവിടെയും ADGP MR അജിത് കുമാറിന് പൂർണ്ണ സംരക്ഷണം. പ്രവിധ. ഷഫീദ്, ഇന്ന് TP രാമകൃഷ്ണൻ LDF കൺവീനർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കുറ്റക്കാരെന്ന് കണ്ടാൽ ആർക്കെതിരെയും ഒരു മുൻവിധിയുമില്ലാതെ നടപടിയെടുക്കുമെന്നാണ്. മുഖ്യമന്ത്രി പലതവണ മാധ്യമങ്ങളെ കാണുമ്പോഴും പറഞ്ഞത് അന്വേഷണം നടക്കുകയില്ലേ, റിപ്പോർട്ട് വന്ന ശേഷം നടപടി. അങ്ങനെ ഒരു അന്വേഷണം നടന്നതായോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്താണ് ഈ നടപടി എന്നതോ ഒരു സൂചനയുമില്ല. MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യാതൊരുവിധ പരിക്കുമേൽക്കാതെ ഏതെങ്കിലും ഒരു ആരോപണത്തിൻ്റെ നിഴലിൽ പോലും നിർത്താത്ത തരത്തിൽ ഇങ്ങനെ ഒരു സംരക്ഷണ ഉത്തരവ് എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ചോദ്യമുനയിലാവുകയല്ലേ സർക്കാർ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി, PCC എല്ലാവരും. ഇനി എന്തിനാണ് നടപടി എന്ന് പോലും പറയാതെ ഇങ്ങനെ ഒരു സംരക്ഷണം നൽകുന്നതെന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടില്ലേ? ഉറപ്പായും ഗൂഗിൾ. കാരണം അതല്ലാതെ അതിനകത്ത് മറ്റൊരു ആക്ഷേപം പ്രതിപക്ഷം ഇനി ഉന്നയിക്കാനില്ല. നാളെ ഒരുപക്ഷേ നിയമസഭയിൽ മറ്റു വിഷയങ്ങൾ, അതൊരു പക്ഷേ മലപ്പുറം വിവാദ പരാമർശമോ അതല്ലെങ്കിൽ PR വിവാദമോ കൊണ്ടുവന്നാലും ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ചുള്ള സർക്കാരിൻ്റെ ഈ നീക്കത്തെ പ്രതിപക്ഷം നാളെ സഭയിൽ ചോദ്യം ചെയ്യും. പിന്നെന്തിനായിരുന്നു ഒരാഴ്ചക്കാലം നീണ്ട പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ അന്വേഷണം എന്നുള്ള കാര്യവും ഏറ്റവും സുപ്രധാനം. സർക്കാർ ഒരു തീരുമാനമെടുത്തു എന്നുള്ളത് രാഷ്ട്രീയമായി CPIക്ക് അടക്കം ആശ്വസിക്കാം. പക്ഷേ അതിൽ എന്താണ് തെറ്റ്, അല്ലെങ്കിൽ എന്തിനാണ് MR അജിത് കുമാറിനെ മാറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമായ ഒരു മറുപടി തരാത്തിടത്തോളം കാലം
സർക്കാർ സംശയ നിഴലിൽ തന്നെ നിൽക്കും. സർക്കാർ ADGP MR അജിത്കുമാറിനെ സംരക്ഷിക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മൂർച്ച കൂടും, ആ ആരോപണങ്ങൾക്ക് ശക്തി കൂടും. ഏതായാലും ഈ ഉത്തരവിലും ഒരു തരത്തിലും അദ്ദേഹത്തെ എന്തിനു മാറ്റുന്നു, അജിത് കുമാറിനെ എന്തിനു മാറ്റുന്നു, എന്താണ് 2 വർഷം ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്തിരുന്ന പല വിവാദങ്ങളിലും പോലീസിനെ നയിച്ച, ലോ ആൻഡ് ഓർഡറിനെ നയിച്ച ഉദ്യോഗസ്ഥനെ സ്ഥാനത്തിൽ നിന്ന് മാറ്റാൻ, ഇത്ര തിടുക്കപ്പെട്ട് മാറ്റാൻ, പ്രത്യേകിച്ച് കഴിഞ്ഞ 1.5 മാസമായി PV അൻവർ തുടങ്ങിവെച്ച ആരോപണം, പിന്നീട് പ്രതിപക്ഷം ഏറ്റെടുത്ത RSS ADGP കൂടിക്കാഴ്ചയിൽ ഒരു വെളിപ്പെടുത്തൽ ബോംബ് പൊട്ടിക്കും വരെ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ അനങ്ങിയിരുന്നില്ല. ഏറ്റവും ഒടുവിലും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിച്ച് കൈവിടാൻ ആയിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചത്തെ മുൻപത്തെ ആഴ്ച വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴും മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞത് ഒരു ആരോപണത്തിന്റെ പുറത്ത് ഏതെങ്കിലും തരത്തിലൊരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താൻ കഴിയില്ല, DGP അന്വേഷിക്കുകയല്ലേ, അന്വേഷിക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ, നടപടിയെടുക്കാം, നടപടിയുടെ കാര്യം അന്നേരം തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നേരത്തെ ഒക്കെ നിലപാട്. ഏതായാലും ആ നിലപാടിൽ വീണ്ടും മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു. അജിത് കുമാറിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ കൈവിട്ടിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ വാ അടപ്പിക്കുന്നു എന്ന് പറയാനേ കഴിയില്ല. കാരണം നിയമസഭയിൽ നാളെ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഒരു പ്രതിരോധം തീർക്കാൻ ഈ ഉത്തരവ് കൊണ്ട്, ഈ ജനറൽ ട്രാൻസ്ഫർ കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധവും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം അത് തന്നെയല്ലേ? മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷിച്ച് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി, ശക്തമായ നടപടി എന്നൊക്കെയാണ്. അത് മുഖ്യമന്ത്രി മാത്രമല്ല, ഇടത് നേതാക്കളൊക്കെ ആ തരത്തിലാണ് പ്രതികരിച്ചത്. ഇതിപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഉന്നയിക്കുന്ന ഓരോ ആരോപണവും അത് ശരിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ചില നടപടിയാണ് ഈ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ നാളെ സഭയിലേക്ക് വരുമ്പോൾ പല വിവാദ ചോദ്യങ്ങളും നക്ഷത്രചിഹ്നം ഇട്ട് അതിൽ നിന്ന് ഒഴിവാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ നാളെ സഭയിലേക്ക് ഈ കാര്യങ്ങൾ വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന് കൂടുതൽ ആഞ്ഞടിക്കാനുള്ള സാഹചര്യമല്ലേ നിലവിൽ കാണിക്കുന്നത്? ഉറപ്പായും പ്രവൃത്തി. ഇനി അക്കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നും വേണ്ട. കാരണം നമ്മൾ അല്പസമയം കഴിഞ്ഞ ഈ ബുള്ളറ്റിൽ തന്നെ ഇതിൻ്റെ ആദ്യം സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ആ ഉത്തരവിലെ സ്വഭാവം അതായിരിക്കും സർക്കാരിന് MR അജിത് കുമാറിനോടുള്ള സമീപനം. ഗുരുതരമായ വീഴ്ച എന്ന് DGP തന്നെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിന് സ്ഥാനം മാറ്റി അല്ലെങ്കിൽ സ്ഥാനചലനം ഉണ്ടായി. പക്ഷേ അത് അക്കാര്യത്തിനാണെന്ന് തുറന്ന് സമ്മതിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇതിൽ പ്രവിധ ഗോകുൽ ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു റിമാർക്ക് ഇക്കാര്യം സർക്കാർ വരുത്താതിരിക്കുന്നത് ഭാവിയിൽ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനൊക്കെ ന്യായീകരിക്കാം, അതല്ലെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കാം, മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പറയാം ഏതെങ്കിലും സ്ഥാനക്കയറ്റത്തിൻ്റെ ഭാഗമോ അതല്ലെങ്കിൽ പോലീസിലെ സ്വാഭാവിക നടപടിക്രമത്തിൻ്റെ ഭാഗമോ ഒക്കെ ആയിട്ടുള്ള ഒരു ഉത്തരവെന്ന്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് നാളെ ആരെങ്കിലും ഈ റിപ്പോർട്ടും പിടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ DGPയുടെ റിപ്പോർട്ടും ഈ ഉത്തരവും മുന്നിൽ വെച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ അത് സർക്കാരിന് തലവേദനയാകും, അജിത് കുമാറിന് തലവേദനയാകും. അക്കാര്യത്തിൽ DGPയുടെ റിപ്പോർട്ട് മയപ്പെടുത്താനുള്ള സർക്കാർ ഇടപെടൽ പോലും, ആ രീതിയിലുള്ള നീക്കം, ആ രീതിയിലുള്ള ശ്രമം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും പറയാനില്ല. ഈ ഉത്തരവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ കൊടുക്കുന്നൊരു വാർത്തയുണ്ട്, അതായത് മയപ്പെടുത്തി സർക്കാർ എന്നുള്ളത്. അത് തന്നെയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. DGPയുടെ ആദ്യ റിപ്പോർട്ടിൽ, അതായത് ഇന്നലെ തിരക്ക് പിടിച്ച് പോലീസ് ആസ്ഥാനത്ത് നടത്തിയ അവസാനഘട്ട ചർച്ചയ്ക്ക് മുൻപേ DGPയുടെ പക്കലുണ്ടായിരുന്ന റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. പക്ഷേ സർക്കാർ അത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു. പക്ഷേ അത് ഏത് രീതിയിൽ, ഏത് എക്സ്റ്റൻഷൻ വരെ പോകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുരളീധരൻ സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങളൊക്കെ ഒടുങ്ങിയ ശേഷം വീണ്ടും അതേ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവന്നാൽ അത് പ്രതിപക്ഷത്തിന്, സർക്കാരിനെ, CPMനെ അടിക്കാൻ വെട്ടിവെച്ചു കൊടുക്കുന്ന വടിയാകും. നിലവിൽ സർക്കാരിന് മേൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത് CPI ആണ്. മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ആദ്യത്തേത് CPI. ആ CPI നേതാക്കൾ കർശനമായി മുഖ്യമന്ത്രിക്ക് മുൻപിൽ അവരുടെ നിലപാട് അറിയിച്ചതാണ്, CPI മന്ത്രിമാർ അറിയിച്ചതാണ്. ആ നിലപാടിന് വഴങ്ങി അവരെ താൽക്കാലികമായി ആശ്വസിപ്പിക്കുക. ഇനി സർക്കാരിന് മുൻപിൽ മറ്റൊന്നുകൂടിയുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി തന്നെ പൂരം കലക്കലിലെ ADGPയുടെ റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും കൈമാറുമ്പോൾ അതിലൊരു നോട്ട് വെച്ചിരുന്നു. അതും ഒരു പക്ഷേ മുഖ്യമന്ത്രി ഇനി കാണാതിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, DGP ADGPക്ക് പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ചില വീഴ്ച സംഭവിച്ചു എന്ന്.
നോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോട്ടായി തന്നിട്ടുണ്ട്, റിപ്പോർട്ടായി തന്നിട്ടുണ്ട്. അതിലും മുഖ്യമന്ത്രി എടുത്തത് ഒരു സംരക്ഷിക്കുന്ന നിലപാടാണ്. ADGPക്കെതിരെ വീണ്ടും വിശദമായ അന്വേഷണം നടത്താൻ DGPയെ ചുമതലപ്പെടുത്തുന്നു, ത്രിതല അന്വേഷണത്തിനോടൊപ്പം. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. അത് കൈവിട്ടതല്ല, കൈ പിടിച്ചതാണ്. അജിത് കുമാറിനെ കൈ പിടിച്ചുകൊണ്ട് CPയുടെ വാടപ്പിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ചെറിയ നീക്കം, അത് മാത്രമാണ് ഈ സ്ഥാനചലനം. ഷഫീദ, ഒരു കാര്യം കൂടി, ഈ നടപടി ഇത്രത്തോളം വൈകിയതിൽ ആ കാലം വൈകിപ്പിക്കൽ കാരണം ഒരു വടി വെട്ടിക്കൊടുത്തു പ്രതിപക്ഷത്തിനും PV അൻവറിനും. ഈ ദിവസങ്ങളിൽ അത്രയും ഏതാണ്ട് 32 ദിവസം നീണ്ടു നിന്ന പ്രതികരണങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടിയാകെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം കണ്ടു. പാർട്ടി അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിലൊക്കെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനായി അവർക്കിടയിലും ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കടുത്ത പ്രതികരണങ്ങൾ ഇന്നത്തേതടക്കം PV അൻവറിൻ്റെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊരു കടലാസ് പ്രതിരോധം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം മാറ്റ ഉത്തരവ് അതൊരു ബലമില്ലാത്ത കടലാസ് പ്രതിരോധമാകുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും CPM നേതൃത്വത്തിനെതിരെയും ഒക്കെ ആരോപിക്കപ്പെടുന്ന പലതരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ, അതിൻ്റെ എല്ലാം സംശയം അല്ലെങ്കിൽ അതിൻ്റെ ബലം കൂടുകയല്ലേ? ആ ആശയക്കുഴപ്പങ്ങളെ ബലപ്പെടുത്തുന്ന തരത്തിലല്ലേ, അണികൾക്ക് പോലും അത് ബോധ്യപ്പെടുന്ന തരത്തിലല്ലല്ലോ ഈ ഒരു ഉത്തരവിറങ്ങുന്നത്? ഉറപ്പായിട്ടും. കാരണം ഈ വിഷയത്തിൽ ഇനി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും പാർട്ടിയിൽ ഉൾപ്പെടെ ഏത് തരത്തിലേക്കുള്ള അല്ലെങ്കിൽ മുന്നണിയിൽ ഏത് തരത്തിലേക്കുള്ള വിമർശനം ഉയരുമെന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒരു ജനറൽ ഉത്തരവിലൂടെ ഈ തീരുമാനത്തെ മയപ്പെടുത്തുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഭയക്കുന്ന പല കാര്യങ്ങളിൽ പ്രതിരോധം സൃഷ്ടിക്കുക മാത്രമാണ്. പക്ഷേ അതിനൊക്കെ സർക്കാരിന് മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവസാനിപ്പിച്ചു വെച്ചൊരു വാക്കുണ്ട്. തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ വന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ ബൈറ്റ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്, ബാക്കിയൊക്കെ നാളെ സഭയിൽ. അപ്പോൾ നാളെ സഭയിൽ പ്രതിപക്ഷം, സഭാതലത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് നിർണായകമായി മാറും. തീർച്ചയായും. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം എതിരെ വലിയ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന്, ഇതൊക്കെ സർക്കാർ മുന്നിൽ കാണുന്നുണ്ടാകില്ലേ ഗൂഗിൾ? അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പ്രതികരണം അത് ഏത് തരത്തിലാകുമെന്നുള്ളതാണ് എന്നെ ഏറെ വിസ്മയിപ്പിക്കുന്ന കാര്യം. സർക്കാരിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഭയം എന്ന ആക്ഷേപം അവിടെ നിൽക്കുന്നുണ്ട് പ്രവിത. ഇതിൽ എന്താണ് ഏതിനാണ് വെയിറ്റ് കൂടുതലെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും അത് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സഭയിലാണ്. നാളെയെല്ലാം സഭയിൽ എന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കിലുണ്ട്. എങ്ങനെയായിരിക്കും നാളെ പ്രതിപക്ഷം ഈ വിഷയം, ഒരുപക്ഷെ ഈ ഉത്തരവിനെ പോലും പ്രതിപക്ഷം ഏത് തരത്തിലായിരിക്കും സർക്കാരിനെതിരെ ആയുധമാക്കുക എന്നത് നാളെ കണ്ടറിയണം. അതിനെ എങ്ങനെ മുഖ്യമന്ത്രി അടക്കം പ്രതിരോധിക്കുമെന്നതും നാളെ സഭയിൽ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു ഗുഡ് നൈറ്റ് ഷോ. ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിൽ വന്നത് ADGP MR അജിത് കുമാറിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവാണ്. അമീറാണ് പറയുന്നത്, അജിത് കുമാർ എന്ന കുട്ടിയെ 10A ക്ലാസ്സിൽ നിന്നും 10C ക്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുന്നു. വളരെ സിമ്പിളായി പറഞ്ഞു. അതെ, വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അത് തന്നെയാണ്. ADGP MR അജിത് കുമാറിനെതിരെ സർക്കാരിന്റെ നടപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം ഇല്ലാതെയാണ് ഇപ്പോൾ ആ ഓർഡർ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊരു എന്താ ഇനി ഉള്ള സമയത്തൊരു മറ്റൊരു പേര് സർവീസിലൊരു റിമാർക്കും ഇല്ലാത്ത തരത്തിൽ ഒരു വളരെ കൃത്യമായി അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെ ഏതെങ്കിലും ഒരു നടപടി എന്ന് പോലും വിശേഷിപ്പിക്കാനാവില്ല. കാരണം എന്തെങ്കിലും കണ്ടെത്തൽ ഉണ്ടോ എന്നറിയില്ല. ഒരു സ്ഥലം മാറ്റം, സാധാരണഗതിയിൽ ഒരു സ്ഥലം മാറ്റം എന്ന പ്രതീതിയിൽ തന്നെയാണ് ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഇനി DGP കൊടുത്തിരിക്കുന്ന ADGPക്കെതിരായ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഇനി പുറം ലോകം കാണുമോ എന്നറിയില്ല. ഏതായാലും അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കൊന്നും ഇനി ഇടയില്ലാത്ത വിധത്തിൽ ADGP MR അജിത് കുമാറിനെ അങ്ങനെ ബറ്റാലിയൻ ADGP ആയി അദ്ദേഹം വഹിച്ചിരുന്ന അതേ ചുമതല തന്നെയാണ്. അതിനു തന്നെ ഒരു സ്ഥലം മാറ്റം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വിചിത്ര ഉത്തരവെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. ഏതായാലും ഈ ഉത്തരവ് അല്ലെങ്കിൽ ADGPയുടെ സ്ഥലം മാറ്റം അത് ഇനി ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് പ്രതിരോധത്തിനൊരു ആയുധമാകുമെന്ന് പോലും സംശയം തോന്നുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ പ്രതിരോധത്തെ അങ്ങേയറ്റം ദുർബലമാക്കുന്ന തരത്തിലുള്ളൊരു ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടത് ദുർബലമായി എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. അല്ലെങ്കിൽ ഈ ഉത്തരവിറങ്ങാൻ മുമ്പ് തന്നെ അതൊരു സ്ഥലം മാറ്റം എന്ന് K മുരളീധരനടക്കം ഇതൊരു താൽക്കാലിക സ്ഥലം മാറ്റം മാത്രമാണ്, ഇതൊരു താൽക്കാലിക നടപടി മാത്രമാണ് എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു സ്ഥലം മാറ്റം മാത്രമാണ്, ചെറിയ നടപടി മാത്രമെന്ന് തിരുവഞ്ചൂരി അടക്കം പറയുന്നു. അപ്പം ഷഫീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, അപ്പോൾ സർക്കാർ ഈ ഒരു നടപടിയിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പെറ്റായിട്ടുള്ള ഒരു ഓഫീസർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനൊരു പ്രശ്നം വരാത്ത രീതിയിലുള്ള ഈ നടപടി അതിനെ
മറ്റൊരു തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ. DGP അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്നുള്ളതാണ് നാം എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. അതിപ്പോൾ ഇങ്ങനൊരു നടപടിയിൽ മാത്രം ഒതുക്കിയിരിക്കുന്നു. അതായത് പ്രവിധ ഇക്കാര്യത്തിൽ സ്വാഭാവിക സ്ഥലം മാറ്റം എന്ന രീതിയിലാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് DGPയുടെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വ്യക്തമാക്കിയിട്ടില്ല. മാത്രവുമല്ല, ഈ സർവീസ് ചട്ടപ്രകാരം അത് സ്ഥലം മാറ്റം നടപടിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അതിൽ ആ ഉത്തരവ് നമ്മൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട പോലീസിലെ തന്നെ ചില ആളുകളോടക്കം സർക്കാരിലെ ചില പ്രതിപക്ഷ നേതാക്കളോടും സർക്കാർ ചില ആൾക്കാരോടും ചോദിച്ചപ്പോൾ അതൊരു സ്ഥലം മാറ്റം നടപടി എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം അതിൽ പറയുന്ന കാര്യം ഈ ചുമതലകൾ എടുത്തു മാറ്റി എന്നുള്ളത് മാത്രമാണ്. ഈ ഫോളോവിംഗ് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഓഫ് IPS ഓഫീസേഴ്സ് ആർ ഓർഡേഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് എന്ന് തുടങ്ങുന്നെങ്കിലും അതൊരു തരത്തിൽ സ്ഥാനം മാറ്റം പോലും മാറ്റം നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പ്രധാനപ്പെട്ട പദവി അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി പകരം മറ്റൊരാളെ ആ പദവി ഏൽപ്പിച്ചു. അതിനപ്പുറത്തേക്ക് അതിനൊരു നടപടിയുടെ സ്വഭാവമില്ല. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രാഥമിക നടപടി എന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലേക്ക് പിന്തുണ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ കാര്യമായ പിന്തുണ അക്കാര്യത്തിൽ ADGP MR അജിത് കുമാറിന് കിട്ടി എന്നുള്ളതാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്ന കാര്യം. രണ്ട് കാര്യങ്ങൾ പറയുന്നു. ADGP ഇന്റലിജൻസ് ആയിരുന്ന മനോജ് ബ്രഹാമിനെ ലോ ആൻഡ് ഓർഡർ ADGP ആക്കി മാറ്റി നിയമിക്കുന്നു. MR അജിത് കുമാറിനെ അദ്ദേഹത്തിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്നും ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ആസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചുമതല തന്നെ കൊടുത്തു നിർത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മുഖ്യമന്ത്രിക്ക് നാളെ നിയമസഭയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കിയ, അത്രത്തോളം രാഷ്ട്രീയ വിവാദമാക്കി മാറ്റിയൊരു വിഷയമാണ്. PV അൻവർ തുടങ്ങിയതാണെങ്കിലും അതിലൊരു ബോംബ് പൊട്ടിച്ചത് VD സതീഷാണ്. പ്രതിപക്ഷ നേതാവ് VD സതീഷാണ് RSS നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച വിവരങ്ങൾ പുറത്തുവിടുന്നത്. അതിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ നിലപാടെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രി അത് മാറ്റി പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ അവസാന ഘട്ടം വരെ വിശ്വസിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ നടപടി എന്ന് സർക്കാർ പറയുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ അല്ലെങ്കിൽ CPI ഇക്കാര്യത്തിൽ പറയുന്ന കാര്യത്തിൽ ഒരു നടപടി ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. വിചിത്രമായ ഉത്തരവ് എന്നതിനപ്പുറത്തേക്ക്, വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ വിചിത്രമായ ഒരു ഉത്തരവ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ ഉത്തരവിനെ നമുക്ക് വിശേഷിപ്പിക്കാനില്ല. തീർച്ചയായും. അതായത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് CPIയുടെ ആക്ഷേപങ്ങൾ, അവരുടെ പൂരം കലക്കൽ അടക്കമുള്ള പരാതി, അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ CPM-നകത്ത് പോലും ഉണ്ടായ ചർച്ചകൾ, ഇതിനെ ഏതെങ്കിലും തരത്തിൽ അതിനപ്പുറത്തേക്ക് DGP ഗുരുതരമായ കണ്ടെത്തലോടുകൂടി നൽകിയ റിപ്പോർട്ട്, ഇതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ CPM നേതൃത്വമോ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനെ ഒരു നടപടി എന്ന് വിളിക്കാമോ എന്നറിയില്ല. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിശക്തനായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ അപ്രസക്തമായ ഒരു അല്ലെങ്കിൽ അപ്രധാനമായ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടി എന്ന് പോലും വിശേഷിപ്പിക്കാനാവാത്ത, എന്തെങ്കിലും ഒരു കണ്ടെത്തൽ, ഒരു വീഴ്ച എന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാത്ത അത്രത്തോളം സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അലൻ ചോദിക്കും, നിങ്ങൾ അജിത് കുമാറിനെ വിട്ടുപിടി കമന്റ് വായിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വാർത്തയിൽ തന്നെ രാജേഷ് ഭയങ്കര സംശയമാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ ഈ വാർത്ത ഏറ്റവും പുതിയ വാർത്തയായതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട വാർത്തയായതുകൊണ്ടുമാണ് നമ്മൾ ഈ വാർത്തയിൽ തന്നെ അല്പം സമയം കൂടുതൽ നിന്നത്. അപ്പോൾ നമുക്കിനിയും മറ്റു റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇനി നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. കരിപ്പൂർ സ്വർണ്ണക്കടത്തിലെ വിവാദ പരാമർശം പിൻവലിക്കാതെ പ്രതികരണം കടുപ്പിച്ചിരിക്കുകയാണ് KT ജലീൽ. ലീഗിനോട് സഹകരിക്കുന്ന മതപണ്ഡിതന്മാർ പോലും സ്വർണം കടത്തിയെന്നുള്ള ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഇന്ന് ഉന്നയിച്ചത്. രാജ്യവിരുദ്ധമായ കാര്യം മതവിരുദ്ധമെന്നും KT ജലീൽ. മുസ്ലിം സമുദായത്തെ കുറ്റവാളികളാക്കി ചിത്രീകരിക്കാൻ KT ജലീൽ ശ്രമിക്കുന്നുവെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PM.A. സലാം പ്രതികരിച്ചു. വാക്പോര് തുടരുമ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് KT ജലീൽ. സ്വർണ്ണക്കടത്ത് കേസുകളിൽ പിടിയിലാകുന്നവരിൽ കൂടുതൽ മുസ്ലിങ്ങൾ തന്നെ. കടത്ത് തടയാൻ പാണക്കാട് തങ്ങൾ ഫത്വ ഇറക്കണം. ലീഗിനോട് സഹകരിക്കുന്ന മതപണ്ഡിതർ വരെ സ്വർണം കടത്തിയെന്ന ആരോപണം ജലീൽ ഇന്നുന്നയിച്ചു. ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മതസംഘടനയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ഇപ്പോഴും അലങ്കരിക്കുന്ന ഒരു പണ്ഡിതൻ പുസ്തകത്തിന്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാർ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിന്റെ എല്ലാ വിശദ വിവരങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും. മുഴുവൻ കുറ്റകൃത്യങ്ങളുടെയും ഉത്തരവാദിത്വം മുസ്ലിം സമുദായത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് KT ജലീൽ എന്ന് ലീഗ്. വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കണമെന്ന് PM.A. സലാം.
കേരളത്തിലും ഇന്ത്യയിലും BJP പോലും RSS പോലും ചെയ്യാത്ത കാര്യമാണ് ശ്രീ KT ജലീൽ ചെയ്തിരിക്കുന്നത്. അതിന് ഗൗരവമായി കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന CPM അതിന് മറുപടി പറയണം എന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ ഉച്ചഭാഷിണിയായി KT ജലീൽ മാറിയെന്ന് MK മുനീർ 24നോട്. പിണറായി വിജയൻ മലപ്പുറം ജില്ല തീവ്രവാദ കേന്ദ്രമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പം KT ജലീൽ ഒന്നുകൂടി കടന്നു പറയുന്നത് മലപ്പുറം ജില്ല തീവ്രവാദ കേന്ദ്രമാണ് എന്ന് മാത്രമല്ല, ദേശവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരികയാണ്. സമുദായ നേതാക്കൾ മതവിധി പുറപ്പെടുവിക്കണമെന്ന് പറയാൻ ഇത് മതരാഷ്ട്രമാണോ എന്നായിരുന്നു യൂത്ത് ലീഗ് അധ്യക്ഷൻ PK ഫിറോസിന്റെ ചോദ്യം. ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചെന്ന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയതിന് പിന്നാലെയാണ് CPIM പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര MLA KT ജലീലും വിവാദ പരാമർശങ്ങളുമായി സജീവമാകുന്നത്. 24 തിരൂർ. അതങ്ങനെ മറ്റൊരു വഴിക്ക് പോകുന്ന ആരോപണ പ്രത്യാരോപണങ്ങളാണ്. അപ്പോൾ അതിലും ഇനി കൂടുതൽ കാത്തിരിക്കുന്നു. കാരണം ലീഗ് അതിരൂക്ഷമായ പ്രതികരണമാണ് നടത്തുന്നത്. CPM-നെ കൂടി പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് KT ജലീൽ ഇപ്പോൾ CPM-മായി വലിയ അലയൻസ് ഇല്ല, അല്ലെങ്കിൽ തനിക്ക് ബാധ്യതകളില്ല എന്ന് പറയുമ്പോൾ പോലും അത് CPM-നെ എങ്ങനെ ബാധിക്കും ആ പ്രതികരണങ്ങൾ എന്നത് കാത്തിരുന്നറിയണം. ഇനി ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ കുടുംബവുമായി ഒരു പ്രശ്നവുമില്ലെന്ന് ലോറി ഉടമ മനാഫ്. കുടുംബവുമായി സംസാരിക്കാൻ 24 ഇടപെട്ടതിൽ സന്തോഷമുണ്ടെന്നും മനാഫ് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. 24 എൻകൗണ്ടർ പ്രൈമിൽ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് മനാഫിൽ നിന്നുണ്ടായത്. മനാഫ് അർജുന്റെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. പ്രശ്നങ്ങൾ പരിഹരിച്ചതിലുള്ള സന്തോഷം മനാഫ് പങ്കുവച്ചു. ആശ്മിക്കാനായിട്ടുള്ള ഇന്റർവ്യൂ തന്നെ ആശ്മിക പറഞ്ഞല്ലോ, അങ്ങോട്ട് ചെന്നുവിടുകയാണ്. ഓക്കെ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളും നമ്മൾ ബഹുമാനിക്കുന്ന ആളും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും. തീർച്ചയായിട്ടും വളരെ സമാധാനവും സന്തോഷവും തോന്നിയൊരു നിമിഷേനും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ, ഉറ്റ തന്നെ അടുത്ത ഫാമിലികൾ തമ്മിൽ ഇങ്ങനെ ഒരു ഉണ്ടായതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടവും ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ അതങ്ങോട്ട് ഏത് വിഷയമായാലും അവിടെ കയറി ചെന്ന ഒരു കൊത്തിപ്പിടുത്തത്തിൽ തീരാവുന്നതേ ഉള്ളൂ. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനുമായുണ്ടായ തെറ്റിദ്ധാരണ അകന്നു. ചിലർ തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചെന്നും താൻ പ്രവർത്തിക്കുന്നത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയെന്നും മനാഫ്. നമ്മളിതിവിടെ സമാധാനവും സന്തോഷത്തിലും ജീവിക്കണം എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആളാ ഞാൻ. ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. രണ്ട് കുടുംബങ്ങളുടെ അകൽച്ച നവമാധ്യമങ്ങൾ ചർച്ചയാക്കുകയും വർഗീയ പരാമർശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് 24 ഇടപെടലുണ്ടായത്. നമ്മളൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം തീർന്നതിൽ സന്തോഷമുണ്ട്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിമിത്തമായതിൽ 24-ന് അഭിമാനം. കോഴിക്കോട് നിന്ന് വൈശാഖിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. മറ്റൊരു വാർത്തയിലേക്ക്, കർദിനാൾ പദവിയിലേക്ക് വരാം. അതെ, മലയാളിയായ മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ തെരഞ്ഞെടുത്തു. വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പ്രഖ്യാപനം നടത്തിയത്. ഡിസംബർ 8-നാണ് കർദിനാളായി ഉയർത്തപ്പെടുന്ന ഔദ്യോഗിക ചടങ്ങ് നടക്കുക. സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിന്റെ നിയമനത്തോടെ കർദിനാൾ പദവിയിലേക്ക് മൂന്നാമതൊരു മലയാളി കൂടി എത്തിയിരിക്കുകയാണ്. റോമിലെ പൊന്തിഫിക്കൽ സഭ അക്കാഡമിയിൽ നിന്ന് നയതന്ത്ര സേവനത്തിനുള്ള പരിശീലനം നേടിയ മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാട് 2006-ലാണ് വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ ചേരുന്നത്. 2020-ൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ജോർജ് ജേക്കബ് കൂവക്കാടിന് 2021 മുതൽ മാർപ്പാപ്പയുടെ അപ്പസ്തലിക് യാത്രകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തമാണ്. അൾജീരിയ, ദക്ഷിണ കൊറിയ, ഇറാൻ, കോസ്റ്ററിക്ക, വെനിസുവേല എന്നിവിടങ്ങളിലെ അപ്പസ്തോലിക് നൺഷിയേച്ചറുകളിലും പ്രവർത്തിച്ചു. 1973 ഓഗസ്റ്റ് 11-ന് ജനിച്ച ജോർജ് ജേക്കബ് കൂവക്കാട് 2004 ജൂലൈ 24-നാണ് വൈദികനായി അഭിഷിക്തനായത്. ചങ്ങനാശ്ശേരി മാമൂട് ലൂർത്ത് പള്ളി ഇടവകാംഗമാണ്. 2023 സെപ്റ്റംബറിൽ ജോർജ് കൂവക്കാടിന്റെ മുത്തശ്ശിയായ 95 വയസ്സുകാരിയായ ശോശാമ്മ ആന്റണിയുമായി മാർപ്പാപ്പ വാട്സാപ്പ് വീഡിയോ കോളിൽ സംസാരിച്ചത് വാർത്തയായിരുന്നു. 2022 ജൂലൈയിൽ കാനഡയിൽ യാത്ര ചെയ്യവെയാണ് കോവിഡ് ബാധിതയായ തന്റെ മുത്തശ്ശിയെപ്പറ്റിയുള്ള ആശങ്ക മാർപ്പാപ്പയുമായി ജോർജ് കൂവക്കാട് പങ്കുവച്ചത്. ഇതേ തുടർന്ന്
മുത്തശ്ശിയുടെ ആരോഗ്യ വിവരങ്ങൾ കൂവക്കാടിനോട് മാർപ്പാപ്പ ഇടയ്ക്കിടെ തിരക്കുമായിരുന്നു. 2023 മംഗോളിയയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് മാർപ്പാപ്പ ശോശാമ്മയുമായി സംസാരിച്ചത്. 4 മിനിറ്റ് നീളുന്ന ഈ കോളിൽ മാർപ്പാപ്പ ജോർജ് കൂവക്കാടിനെ നല്ല മനുഷ്യനായി വളർത്തിയ ശോശാമ്മയെ പ്രകീർത്തിക്കുകയും ചെയ്തു. 2 കർദിനാൾമാരാണ് നിലവിൽ കത്തോലിക്ക സഭയിൽ കേരളത്തിൽ നിന്ന് ഉള്ളത്. സിറോ മലബാർ സഭയിൽ നിന്നുള്ള കർദിനാൾ ജോർജ് ആലഞ്ചേരിയും മലങ്കര കത്തോലിക്ക സഭയിൽ നിന്നുള്ള കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയും. മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ നിയമനത്തോടെ 3ാമതൊരു മലയാളി കർദിനാളിനെ കൂടി കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചു. ജോർജ് ജേക്കബ് കൂവക്കാട് അടക്കം 21 പേരെയാണ് മാർപ്പാപ്പ ഇന്ന് നിയുക്ത കർദിനാൾമാരായി പ്രഖ്യാപിച്ചത്. ഡിസംബർ 8-നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സമയം പൂർണ്ണമാവുകയാണ്. നമ്മുടെ ഷോയിൽ ഇന്ന് ഫുൾ വാർത്തകൾ മാത്രമായിരുന്നു കുത്തൊഴുക്ക് അപ്ഡേഷൻസ് ഇങ്ങനെ പുറകെ വന്നുകൊണ്ട് കമന്റുകളൊന്നും വായിക്കാൻ പറ്റിയില്ല എന്നറിയാം. അതിലാരും സങ്കടപ്പെടരുത്, പിണങ്ങരുത്. നാളെ നമ്മൾ ഉറപ്പായും ആ കമന്റുകളിലൂടെ നമ്മുടെ പഴയ ട്രാക്കിൽ യാത്ര. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സെഗ്മെന്റ്സ് ഒക്കെ ആയി നാളെ ഞങ്ങൾ വരും. അപ്പോൾ നാളെ പാട്ടും ഉണ്ടാകും. പ്രേക്ഷകർ കാത്തിരിക്കുക. നാളെ രാത്രി 10:45 കാണാം. എല്ലാ പ്രേക്ഷകർക്കും സുഖനിദ്ര ആശംസിക്കുന്നു. ശുഭരാത്രി.